അതായത് ഏതൊക്കെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ കാറ്റഗറിക്കാണ് ഈവൻ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ചെയ്യാൻ പറ്റുന്നത്, അവിടെ സാധ്യതകളുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം എല്ലാ സ്പോർട്സ് കാറ്റഗറിക്കും അവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ നവംബറിൽ EU-യിൽ ടെന്നീസ് കോച്ചിന് EU കൊടുത്തിരുന്നു. ടെന്നീസ് കളിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുന്ന കോച്ചിന് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഫുട്ബോളർ സ്കിൽ ലിസ്റ്റിലുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ജിം ട്രെയിനറുണ്ട്. ഇപ്പോൾ ഈ ജിം ട്രെയിനർ പോലെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് സ്പോർട്സിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് അവർക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇവർ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യും നോക്കും. ഓസ്ട്രേലിയയിൽ മിക്കവാറും യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിഗ്രി കോഴ്സുകളും PG കോഴ്സുകളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് 3 കോഴ്സുകളൊക്കെ ഈ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള സ്പോർട്സ് അത്ലറ്റിക്സും അതുപോലെ തന്നെ സ്പോർട്സിലൊക്കെ ഉള്ളവരെന്ത് ചെയ്യും, ഈ ടൈപ്പിലുള്ള കോഴ്സുകളൊക്കെ പഠിച്ചവരായിരിക്കും. അപ്പോൾ അങ്ങനെ അവിടെ ചെന്നിട്ട് സ്പോർട്സിലൊക്കെ താല്പര്യമുള്ളവർക്ക് ഈവൻ ആ കോഴ്സ് വരെ പഠിച്ചിട്ട് എന്ത് ചെയ്യാം, അവിടുത്തെ മൈഗ്രേഷനും സ്കിൽ അസസ്സൊക്കെ ചെയ്തിട്ട് അവിടുത്തെ ഈവൻ പെർമനൻറ്റ് റെസിഡൻസി എടുത്തിട്ട് അവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണ്.